ഹലോ 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 നമസ്കാരം. ഞങ്ങൾ മരം നോക്കാൻ വന്നതാണ്. ഇവിടുന്ന് മരം കൊടുക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വേറൊരാൾ പറഞ്ഞിട്ടാണ്. അത് നോക്കാൻ വേണ്ടി വന്നതാ. ഓ അമ്മയുടെ ഇല്ലേ? എന്നാ പിന്നെ അമ്മേനെ വിളിക്കേ. അപ്പം അമ്മയൊന്ന് നോക്കുന്ന പറഞ്ഞത്. അല്ല ഞങ്ങള് മരം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഏതാണെന്നല്ല ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ. ശരി. കുറച്ച് വെള്ളം കുറവല്ലേ? ഇതിപ്പോൾ ഒരു 40-45 ഇഞ്ച് ഉണ്ടാവും. വേറെ ഏതാ കൊടുക്കുന്നത്? അടിയിലല്ലേ? അത് മണവിളി തന്നെയാണ്. ശരി. എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് നോക്കാം. ഇതിലോട്ടാണോ കൊണ്ട്? അരിയാ എന്നാ ഇതില്ലേ പറഞ്ഞേ? ഒന്നിതല്ല ഒന്നിതല്ല പറഞ്ഞേ. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ മാവില്ലായിട്ട് മാങ്ങയിലായി തന്നെ കാര്യം ആരായി പഠിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരാളെ കൂലിക്കാക്കണമെങ്കിൽ എത്ര കൊടുക്കണം? ഈ മാവ് വിറ്റാൽ കിട്ടുമോ പൈസ? ഈ മാവ് വിറ്റാല് മാവ് വിളിക്കാനല്ലേ പൈസ കിട്ടൂലേ? വിറ്റാൽ എത്ര കിട്ടുക? അതിന് മാർക്കറ്റ് കൊണ്ടുപോയാലും വവ്വാലിന് ജീവിക്കാം. നിപ്പയും അല്ലേ? അങ്ങനെയല്ലേ പലതും. പിന്നെ നമുക്ക് ഇത് കൂടാണ്ട് പറയില്ല. രണ്ടേ കൂടുന്നല്ല. നിങ്ങൾക്ക് നമുക്കത്ര നമ്മൾ കച്ചവടക്കാരില്ലേ? നമുക്ക് നിങ്ങൾ എത്ര മരം തരുന്നു നമ്മൾ എടുക്കാൻ മതി. നിങ്ങൾക്ക് ഇപ്പം 2 ദിനത്തിന് ആവശ്യമാണെങ്കിൽ അത്രേ പൈസക്ക് ആവശ്യമുള്ള നമുക്ക് അത് നോക്കാം. അല്ലേ? എന്നാ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അപ്പോൾ എങ്ങനെയാന്ന് ഇപ്പം 2 മരമാണുള്ളത്. അത് മാകണിയാണ്. ഇന്നത്തെ കാലത്ത് വേണ്ടി ഇതൊന്നും ആർക്കും വേണ്ട. കൂലി നല്ല കൂലി വേണം. കൂലി എന്ന് പറയുന്നത് വിറകാക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ എന്നറിയാം. ഓരോ സമയത്തെ ഓരോ ഡിമാൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ₹1 കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതാ ഏറ്റവും നല്ലത്. കാരണം ഒരു മനുഷ്യൻ്റെയും പിരാക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ നല്ല മനസ്സോടുകൂടി അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ പറ. നിങ്ങളെ സാധനമില്ലേ? നിങ്ങളെ സാധനം നിങ്ങളല്ലാണ്ട് പിന്നെ ഞങ്ങളാണ് വില പറയുന്നത്. നിങ്ങളെ സാധനം നിങ്ങളല്ലേ അതിന്റെ വില കണ്ടെത്തണ്ടപ്പാ. നമ്മളെന്താണ് നിങ്ങളെ സാധനമല്ലേ അതിന് വില നിങ്ങളല്ലേ പറയേണ്ടത്. നമ്മളെ കച്ചവടക്കാരെ അതിൻ്റെ ഉടമകളാണ് വില പറഞ്ഞു. നിങ്ങളുടെ സാധനത്തിന് നിങ്ങൾ വില പറഞ്ഞു. അത് അങ്ങനെയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് അഥവാ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അത് അത്രയല്ല ഇത്ര കിട്ടും. അത്ര കിട്ടും. ഞങ്ങൾ ഇത്ര തരാം. ഇപ്പം അതല്ലേ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സാധനത്തിന്റെ ഇപ്പം പറയാം. അതെ അവിടെ ഇരിക്കുന്നതല്ലേ അല്ലേ? തീരുമാനമൊന്നും ആയില്ലേ? അല്ല ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കച്ചവടക്കാർ അവരെ മരം അങ്ങനെ ആക്കിയിട്ടൊരു തീരുമാനം. അതെ നിങ്ങളങ്ങനെ ഇതാക്കുന്നതാണ്. നിങ്ങളെ വരാമെങ്കിൽ നിങ്ങൾ എത്ര പൈസക്ക് കൊടുക്കും അതൊന്ന് പറഞ്ഞോട്ടെ.
ഒന്നര മുട്ടലാവുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് കൂട്ടി കുത്തുവാഴ എടുത്തില്ല. അമ്മേനെ നമുക്ക് അപാര ബുദ്ധിയല്ല. അപ്പോൾ ഒന്നൊന്നര പെരുത്തല കൊടുക്കുന്നില്ല. ഇപ്പം അതിപ്പോൾ എൻ്റെ ന്യായമായിട്ടുള്ള പൈസ കൊടുക്കാൻ നൂറാകുമ്പോൾ എത്ര ഉയർന്ന് നോക്കിനാ. ഏതായാലും ഒരു വില അങ്ങോട്ടുള്ള കടത്തും കാര്യമില്ലേ. ഇതിപ്പോൾ പറഞ്ഞ് 10-25,000 റുപ്യ റോഡിലേക്ക് കടത്താൻ മതി. നമുക്ക് ഒരു 25 പറയാം. പറയാല്ലേ. അത് ന്യായമായതോ നല്ല പൈസ. അവര് 25 ആക്കാം. ഒരു കാര്യം ചെയ്യാമേ, നമ്മളൊരു 25,000 റുപ്യ നമുക്ക് ഏകദേശം അത്ര തന്നെ നമുക്ക് ഈ കടത്തുകൂലിയും ചിലവും കാര്യങ്ങളെല്ലാം ആയിട്ട് വരും. കാരണം ഇവിടെ റോഡില്ല. ഇത് അങ്ങ് കടത്തണ്ടേ? കുറച്ച് അങ്ങോട്ട് കടത്തണ്ടേ. ഒരു 100 മീറ്ററോളം ഉണ്ട് അത് എടുത്ത് നടത്താൻ പറ്റും. 25 മോശമല്ല. അതിനേക്കാളും 1 രൂപ ആരെങ്കിലും അധികം തരുന്നുണ്ടെങ്കിൽ കൊടുത്ത് നമ്മൾ അവർക്ക് ഇത് ന്യായമായിട്ടില്ല. നമ്മൾ ചോദിച്ചത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറുക്കുമുണ്ട്. വേറെ ഒന്നും അതിന് പറയാനില്ല. അതിനെ കൂട്ടില്ല. അതിനെ പിന്നെ ഈ അന്തവും കുന്തും അറിയാതെ അവരെ കൊണ്ട് ഈ വില പറയിക്കാൻ പാടില്ല. ഒരു കൂട്ടം ചാണകത്തിൻ്റെതാണെങ്കിൽ ഞാൻ വില പറയും. അല്ലാതെ ഉണ്ട് മരത്തിൻ്റെതൊന്നും എനിക്ക് പറയാനറിയില്ല. നിങ്ങൾക്ക് മരക്കച്ചവടക്കാർക്ക് ഒരു രീതിയുണ്ട്. ഒന്നും അല്ലാതെ അവരോട് വില പറയിക്കില്ല. അതങ്ങനെ വേണ്ട.